പമ്പ നദിക്കരയിൽ കേരളത്തിലെ 5 പുരാതന ക്ഷേത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിലൊന്നായ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. അർജുനന് വിശ്വരൂപം കാട്ടിക്കൊടുത്ത ഭഗവാന്റെ രൂപത്തിലാണ്, സങ്കല്പത്തിലാണ് ഇവിടുത്തെ വിഷ്ണു വിഗ്രഹം. 6 അടിയോളം ഹൈറ്റ് വരും ഭഗവാന്റെ വിഗ്രഹത്തിന്. ക്ഷേത്രത്തിൽ 4 നടകളാണുള്ളത്. കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്. വടക്ക് ഭാഗത്തെ നട പമ്പ നദിയിലേക്ക് ഇറങ്ങുന്ന നടയാണ് കേട്ടോ ഞാൻ കണ്ടത്. അതിനോടടുത്ത് തന്നെ വേറൊരു നടയും ഉണ്ട്. അവിടെ കൂടെയാണ് ഞങ്ങൾ ഈ വടക്ക് നടയിൽ ഭയങ്കര റഷായിരുന്നു കാരണം ഞങ്ങൾ അതിനടുത്തുള്ള സ്റ്റെപ്പിലൂടെയാണ് വള്ളംകളി കാണാനായിട്ട് ഇറങ്ങിയത് കേട്ടോ. പിന്നെ അവിടുത്തെ ഒരു പരിസരവാസി പറഞ്ഞതാണ്, ഈ ക്ഷേത്രം ആറന്മുള പഞ്ചായത്തിലാണെങ്കിലും ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം എന്ന് പറയുന്നത് മല്ലപ്പുഴശ്ശേരി പഞ്ചായത്തിലുമാണെന്ന്. അതും ഒരു പ്രത്യേകത തന്നെയാണ്. പിന്നെ ഇവിടുത്തെ പ്രധാന ആഘോഷം എന്ന് പറയുന്നത് തിരുവോണത്തോണിയും അഷ്ടമിരോഹിണി വള്ളസദ്യയും ഉത്രട്ടാതി വള്ളംകളിയുമാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾക്കും ഇതിലൊരു ഭാഗമാകാനായിട്ട് ഒരു അവസരമുണ്ടായി. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ്. കഴിഞ്ഞ വർഷമേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഭഗവാന്റെ അടുത്ത് വന്നിട്ട് ഒരു സദ്യ ഉണ്ണണം എന്നുള്ളത്. അപ്പോൾ പെട്ടെന്നറിഞ്ഞു എനിക്കിപ്പോഴും സംശയമാണ് ഞാനിവിടെ വന്നതാണോ എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ കിട്ടിയൊരു ഭാഗ്യമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ തന്നെ വെള്ളസദ്യയാണ്. അപ്പോൾ അത് കഴിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എവിടെ മുതൽ വ്ലോഗ് എടുക്കണമെന്ന് വിചാരിച്ചു അവിടെ നിന്ന് ക്ഷേത്രത്തിലേക്ക് വരുമ്പോഴേ എടുത്താൽ എന്താണെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഇവിടെ ഒരു സഹസ്രദളത്തിൻ്റെ താമര കണ്ടത്. ഇപ്പോൾ ഇവിടെ പൂത്ത് നിപ്പുണ്ട് താമര. അപ്പോൾ അതിൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കാമെന്ന് കരുതി. അപ്പോൾ അതാണ്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സഹസ്രദളം എന്നാണ് പറയുന്നത്. പക്ഷെ അത്രത്തോളം ദളങ്ങളൊന്നും കാണത്തില്ല. അങ്ങനത്തെ താമരയാണ്. ഈ ക്ഷേത്രത്തിനെക്കുറിച്ചും ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും നിരവധി കഥകളാണ് പറയുന്നത്. നിരായുധനായ കർണനെ കുരുക്ഷേത്ര യുദ്ധത്തിൽ വധിച്ചതിൻ്റെ പാപഭാരം നീക്കുന്നതിനായിട്ട് അർജുനൻ ഭഗവാന് പണി കഴിപ്പിച്ചു കൊടുത്ത ക്ഷേത്രമാണത്രേ ആറന്മുള ക്ഷേത്രം. പിന്നെ ഇതിൽ തിരുവോണത്തോണി ഭഗവാന് ഒരു വിശേഷങ്ങളിൽ ഒന്നാണെന്ന് പറയുന്നുണ്ടല്ലോ. അത് ഇവിടെ ആറന്മുളയുടെ കിഴക്ക് ഭാഗത്ത് കാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മങ്ങാട്ടുമന എന്ന് പറയുന്ന ആ മനയിലെ ഭട്ടതിരിപ്പാട് വിഷ്ണുപൂജയുടെ ഭാഗമായിട്ട് ഒരു ബ്രാഹ്മണന് കാൽ കഴുകിച്ചൂട്ട് എന്ന ചടങ്ങ് ചെയ്യുമായിരുന്നു. അത് ആ പൂജയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു വർഷം ആരും തന്നെ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല കാൽ കഴുകിച്ചൂട്ട് നടത്താനായിട്ട്. അപ്പോൾ അദ്ദേഹം മനംനൊന്ത് ആറന്മുള ഭഗവാനെ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഉപവാസം അനുഷ്ഠിച്ചു. അപ്പോൾ ഒരു ബാലൻ വന്നത്രേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. അപ്പോൾ ആ ബാലന് അദ്ദേഹം കാൽ കഴുകിച്ചൂട്ട് നടത്തി ആ വിഷ്ണു പൂജ ഭംഗിയാക്കി. അതിനുശേഷം ആ ബാലൻ പറഞ്ഞിട്ട് വന്നത്രേ ഭട്ടതിരിപ്പാടിനോട്, ഇനി എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ ഇതുപോലെ സദ്യവട്ടം കൂട്ടി അവിടെ ഭഗവാൻ എത്തിച്ചാൽ മതി, ക്ഷേത്രത്തിൽ എത്തിച്ചാൽ മതിയെന്ന്, ആറന്മുള ക്ഷേത്രത്തിൽ എത്തിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് ആ ബാലൻ മടങ്ങിയത്രേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കാട്ടൂർ മങ്ങാട്ടുമനയിൽ നിന്നും ഇങ്ങനെ ഭഗവാന് വഞ്ചിയിൽ തിരുവോണ വഞ്ചി എന്നാണ് അതിന് പറയുന്നത്. ഇതിൽ ഭഗവാന് ഭക്ഷണം എത്തിക്കുന്നത്, സദ്യ എത്തിക്കുന്ന, ഭക്ഷണം എന്നല്ല പറയുന്നത്, സദ്യ, തിരുവോണ സദ്യ എത്തിക്കുന്നത്. ഈ കാട്ടൂർ മനയിലെ മങ്ങാട്ടുമനക്കാർ പിന്നെ കുമാരനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് താമസം മാറ്റി. ഇപ്പോൾ അവിടെ നിന്ന് മൂലം നാളിലാണ് അത്രേ അവരിന്ന് ഭഗവാന് സദ്യക്കായിട്ട് തിരിക്കുന്നത് അവർ. എന്നിട്ട് കാട്ടൂർ ദേശത്ത് വന്നിട്ട് അവിടെ നിന്നും പിന്നെയാണ് തിരുവോണ സദ്യ ഭഗവാന് വഞ്ചിയിൽ ഇവിടേക്ക് എത്തിക്കുന്നത്.
അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ പല പല കണക്റ്റഡായിട്ട് ഒരുപാട് പറയാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോരോ ദേശങ്ങളിലെ ഓരോരോ ക്ഷേത്രത്തിൻ്റേതായിട്ടുള്ള അതും ഇത് കേരളത്തിലെ 5 പുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ് പാർത്ഥസാരഥി ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കഥകളാണ് ഞാൻ ഈ പറയുന്നത്. പറഞ്ഞാലും തീരാത്ത എല്ലാം കൗതുകകരമായ കഥകളാണ്. കണ്ടോ നിങ്ങൾ ഈ പറ ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നത് കണ്ടോ. ഞാൻ പറ ഒരുക്കി വെച്ചിരിക്കുന്നത് നമ്മൾ വിശേഷങ്ങൾക്കൊക്കെ നമ്മുടെ ദേശത്തൊക്കെ വെക്കാറുണ്ട്. പിന്നെ പറ ഇടുക എന്ന് പറയുന്ന ചടങ്ങാണ് കൂടുതലും. പിന്നെ കല്യാണം മുതലായ വിശേഷങ്ങൾക്കെല്ലാം ഇങ്ങനെ ഒരുക്കി വെക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഇത് ഭഗവാനെ ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഐതിഹ്യം എന്തെന്നാൽ, ഒന്ന് ഭഗവാനും ഈ വള്ള സദ്യ എന്ന് പറയുന്ന ഒരു നേർച്ചയാണ്. നമ്മുടെ എന്താ പറയുക, ഇഷ്ടകാര്യ സാധ്യത്തിനും എല്ലാത്തിനുമായിട്ട് നേർച്ചയായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ നേർച്ചയ്ക്ക് ആയിട്ട് നമ്മുടെ പള്ളിയോടത്തിന് ഒരു പറയും, ഒന്ന് ഭഗവാൻ ഒരു പറയും ഒരുക്കി വെച്ച് പള്ളിയോടത്തിനൊരു പറയും. അങ്ങനെയാണ് അത് വെച്ചിരിക്കുന്നത്. ഞങ്ങൾ പോയ ദിവസം 15 19 പള്ളിയോടങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. വെള്ളം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, വെള്ളം കളിക്ക്. പിന്നെ അതിൻ്റെ സദ്യ അതാണ്. അത് ഇപ്പോൾ നമുക്കും കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. ഒന്നും പറയണ്ട കേട്ടോ. അത്ര നമ്പർ ഓഫ് കറികളും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ വള്ളംകളി കാണാനായിട്ട് വന്നു. അതും ഒക്കെ വളരെ നല്ലതാട്ടോ. ഒത്തിരി ഞാൻ എൻജോയ് ചെയ്തു എന്ന് പറയാം. എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഇത്. അതും സാക്ഷാത്കരിച്ചു. ഇത് 28 കരക്കാരുടെ ക്ഷേത്രമാണ് അത്രയും ഇത്. പിന്നെ ഈ ഉത്രട്ടാതി വള്ളംകളി എന്ന് പറയുന്നത് ഇതിനോടൊപ്പം ഒരു ആഘോഷം എന്ന് പറയുന്നത്, ഇതിന് ഈ വള്ളംകളി ഉത്രട്ടാതി വള്ളംകളി ഉണ്ടല്ലോ. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തിരുവോണത്തോണി വരുമ്പോഴത്തേക്കും അതിനോടൊപ്പം ഒരു 48 തോണികൾ കൂടി ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ ചുണ്ടൻ വള്ളങ്ങൾ കൂടി ഉണ്ടാവും. അപ്പോൾ അത്രയും ചുണ്ടൻ വള്ളങ്ങളെ എല്ലാവർക്കും കാണാൻ പറ്റില്ലല്ലോ. ആൾക്കാർക്ക്, ഭക്തജനങ്ങൾക്ക്, ഭഗവാന്റെ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും അത് കാണാൻ പറ്റില്ല നേരിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഉത്രട്ടാതി വള്ളംകളി എന്നും പറഞ്ഞിട്ട് ഒരു ഇത് അവർ സ്റ്റാർട്ട് ചെയ്തത്. ഉത്രട്ടാതി വള്ളംകളി എന്ന് പറയുമ്പോൾ കർക്കിടകം 15 മുതൽ അവർ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ്. പിന്നെ കന്നിമാസം 15-ാം തീയതി വരയ്ക്കും ഇതുണ്ടാവും, ഇത്ര ദിവസവും. അപ്പോൾ എല്ലാവർക്കും കാണാൻ, ഭഗവാന്റെ എല്ലാ ഭക്തജനങ്ങൾക്ക് ഇത് കാണാനും സദ്യ കഴിക്കാനും എല്ലാം ഒരു അവസരം ഉണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് കേട്ടോ, സൂചിത കഥകളായിട്ട്. ഇപ്പം ഞാൻ ഇതൊന്നും പഠിച്ച് വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്. എനിക്കിതൊക്കെ കാണുമ്പോൾ എല്ലാം മനസ്സിലുള്ളതിങ്ങനെ ഓരോരോ സൂചിത കഥകൾ ഇങ്ങനെ ഓർമ്മ വരും. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യുന്നതെന്നുള്ളതാണ്. എല്ലാം പ്രത്യേകതകളാണ്. ഇപ്പോൾ ഒരു പള്ളിയോടത്തിൻ്റെ വിജയശ്രീ ലാളിതരായിട്ട് വരുന്നവരെ മുത്തുക്കുട ചൂട്, അത് ഞാൻ പറയാൻ വിട്ടുപോയി. അതാണ്, ഇത് കാണുമ്പോഴാണ് എനിക്കിതെല്ലാം ഓർമ്മ വരുന്നത് കേട്ടോ. മുത്തുക്കുട ചൂടി പെണ്ണുങ്ങളൊക്കെ ഉണ്ട്, അവർ തലപ്പൊലിയൊക്കെ പിടിച്ച് അഷ്ടമംഗല്യമൊക്കെ പിടിച്ചിട്ടാണ് ഇവരെ സ്വീകരിച്ച് കൊണ്ടുവരുന്നത് ഭഗവാന്റെ മുമ്പിൽ. എന്നിട്ട് വള്ളപ്പാട്ടുകളാണ് കേട്ടോ. വള്ളപ്പാട്ടിനായിട്ട് ഇവർ പാടുന്നത് എന്താണെന്നറിയോ? കുചേലവൃത്തമുണ്ട്, ഭീഷ്മപർവം പാടുന്നുണ്ട്, പിന്നെ രാമായണം പാടുന്നുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങൾ അവർ പാടുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കേട്ടു അതിൽ. പിന്നെ കൂടുതലും ഞാൻ കേട്ടത് കുചേലവൃത്തമായിരുന്നു പാടിയിരുന്നത്. രാമായണം, പിന്നെ നളചരിതവും കേട്ടു കേട്ടോ. നളചരിതത്തിൻ്റെ പദങ്ങളും ഇവർ പാടുന്നുണ്ടായിരുന്നു. അങ്ങനെ കേട്ടോ. കണ്ടോ, താലപ്പൊലിയിൽ എന്താണ്ടേ സ്ത്രീകളെ മുത്തുക്കുടയൊക്കെ ചൂടി ഇവരെ സ്വീകരിച്ചുകൊണ്ട് പോകുന്നതാണ്. കുരുവയിടുന്നുണ്ട് ഇതിനുള്ളിൽ പെണ്ണുങ്ങൾ. ഞാൻ പറഞ്ഞല്ല, ആരവത്തോടു കൂടി ഇവരെ സ്വീകരിച്ച് കൊണ്ടുപോകുന്ന ചടങ്ങാണ്. എന്നിട്ട് എല്ലാവരും കൂടെ അവിടെ നിന്നിട്ട് ആണുങ്ങളെല്ലാം ഇവർ വള്ളപ്പാട്ട് തന്നെ ഇവിടെ നിന്ന് ഭഗവാന്റെ മുന്നിൽ നിന്ന് പാടുന്നു. ഭഗവത് ചരിതം തന്നെയായിരിക്കും അത്. സന്താനഗോപാലം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പാടുന്നത്.
എന്നിട്ട് സദ്യസമയത്തിനും അങ്ങനെ തന്നെയാണ് കേട്ടോ. സദ്യസമയത്തിന് ഉള്ളത് അതും ഭയങ്കര വിശേഷമാണ് കേട്ടോ. അതിൽ അവർ ഓരോരോ കറിയൊക്കെ ചോദിക്കുന്നതെല്ലാം പാട്ടിലൂടെയാണ് കേട്ടോ. ഞാനും അവിടെ വെച്ചിട്ട് 1-2 എണ്ണമൊക്കെ കാണാതെ പഠിച്ചു കേട്ടോ. 1-2 ലൈൻസ് എല്ലാം കാണാതെ പഠിച്ചു പോവും, നമ്മളറിയാണ്ട് പാടിയും പോവും. അത്ര കൗതുകകരമായ കാര്യമാണ്. വെണ്ണയൊക്കെ ചോദിക്കുന്നത് കേൾക്കണം കേട്ടോ. ഭഗവാന്റെ ഒരു സങ്കല്പമാണല്ലോ ഈ പള്ളിയോടത്തിൽ ഇവർ തുഴയുമ്പോഴും ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉണ്ടെന്നാണല്ലോ പറയപ്പെടുന്നത്. സദ്യയ്ക്കും അങ്ങനെ തന്നെയാണ്, ഭഗവാൻ കൂടി ഉണ്ടാവും. അപ്പോൾ അതാണ് അവരങ്ങനെ ചോദിക്കുന്നതും കൊടുക്കുന്നതും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇത് നടത്തുന്ന ആൾക്കാർ നേർച്ചയായിട്ട് അഭീഷ്ട സിദ്ധിക്കാണല്ലോ, ഈ അവരുടെ നേർച്ചയുടെ ഭാഗമായിട്ടാണ് ഇത് നടത്തുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ നേർച്ചയുള്ള ആൾക്കാർ ഇതിലിപ്പോൾ ഞാൻ കണ്ടു, രഞ്ജുവിൻ്റെ സിസ്റ്ററും ബ്രദറിലായും വളരെ ഭഗവാന് വിളമ്പിക്കൊടുക്കുന്നത് പോലെ തന്നെയാണ് ഭവ്യതയായിട്ട് ചോദിക്കുമ്പോൾ അവർ കൊണ്ടുവന്ന് ഇങ്ങനെ വിളമ്പിക്കൊടുക്കുന്നുണ്ടായിരുന്നു. ശരിക്കും നല്ല മഴയാണ് കേട്ടോ, നല്ല മഴയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നല്ലോണം മഴയുണ്ടായിരുന്നു. എന്നാലും ആൾക്കാർക്ക് അതൊന്നും ഒരു കാര്യമേ അല്ല കേട്ടോ. അവിടെ മുഴുക്കയായിട്ട് ഭഗവാന്റെ ഈ ചരിതം പാട്ട് തന്നെയാണ് കേൾക്കുന്നത്. കേട്ട് നിൽക്കാൻ നല്ല സുഖമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 15-19 പള്ളിയോടങ്ങൾ ഉണ്ടായിരുന്നു അന്നേ ദിവസം. അപ്പോൾ ഇത് ഒരു കൂട്ടർ മാത്രം വരുന്നതല്ല ഈ വീഡിയോ കാണുന്നത്. ഈ 15-19 പള്ളിയോടങ്ങളുടെ ആൾക്കാരെല്ലാവരും അതിൻ്റെ പള്ളിയോടം വള്ളംകളി കഴിഞ്ഞതിന് ശേഷം വരുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ ഏറെക്കുറെ എടുത്തു. അവിടെ നിന്നപ്പോഴത്തേക്ക് ഞാൻ എല്ലാം തന്നെ വീഡിയോയിലാക്കിയിട്ടുണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്ന സമയത്ത് അത്രയും. എന്നിട്ട് ഞങ്ങൾ വള്ളസദ്യയും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പോലും ആൾക്കാർ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പള്ളിയോടത്തിൻ്റെ. അപ്പോഴും പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 3 മണിയൊക്കെ ആയി കാണുമെന്ന് തോന്നുന്നു. 2:30-3 മണിക്കുള്ളിൽ വരെ. എന്നിട്ട് ഞാനും മോനും കൂടെ ക്ഷേത്രത്തിനുള്ളിലേക്ക് വന്നു. എനിക്ക് അവിടെ നിന്ന് വരാനേ മനസ്സില്ലായിരുന്നു. അങ്ങനെ ക്ഷേത്രത്തിനുള്ളിൽ വന്നപ്പോൾ ക്ഷേത്രമെല്ലാം അടച്ചിട്ടുണ്ടായിരുന്നു. ആൾക്കാരും ഈ പള്ളിയോടത്തിൻ്റെ ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നില്ല. അല്ലാത്ത ഒരു അനുഭൂതി തന്നെയായിരുന്നു. ഭഗവാന്റെ ഒരു സാമീപ്യം നമുക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റും. അത്ര മനോഹരമായ ഒരു ദിവസമായിരുന്നു അന്ന്. ഭഗവാന്റെ സുന്ദരമായ ദർശനമായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കുറച്ച് വിശക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷെ അതിനുള്ളിൽ അവിടെ നിന്ന് കുറച്ച് പ്രസാദം കിട്ടിയിരുന്നു, പായസം കിട്ടി. അങ്ങനെ എല്ലാവരും പടിയിറങ്ങി ഭഗവാന്റെ എന്തിനാന്ന് പറഞ്ഞാൽ സദ്യാലയത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്, ഭക്ഷണം കഴിക്കാനായിട്ട്. ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ പിരിയുകയാണ് ചെയ്തത്. പക്ഷേ ഞാനും മോനും കൂടെ വീണ്ടും ക്ഷേത്രത്തിലേക്ക് വന്നു കേട്ടോ. ക്ഷേത്രത്തിലേക്ക് വന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്കവിടെ നിന്ന് ഇങ്ങോട്ട് വരാനേ മനസ്സിലായിരുന്നു. ഭഗവാനെ കണ്ടിട്ട് കൊതി തീർന്നിട്ടില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ പോയി പെട്ടെന്ന് വരും, അവിടെ പോകും എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും അറിയാൻ പറ്റില്ല കേട്ടോ എൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. മതിലല്ലേ ഇപ്പോൾ ഭഗവാനെ കണ്ട് കൊതി തീർന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത്രയും അങ്ങനെ ഒരു സസ്പെൻസിലിരിക്കട്ടെ.
അതാ കാര്യം. അപ്പോൾ ഒരുപാട് താങ്ക്സാണ് എന്താണ് നമ്മളെ ഇവിടെ വരുത്തിയതിനും ഇതിലൊരു ഭാഗമാവാൻ കഴിഞ്ഞതിനും രഞ്ജുവിൻ്റെ ഫാമിലിക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ആ ആൻറ്റിക്കും രഞ്ജുവിൻ്റെ അമ്മ ആൻറ്റിക്കും രഞ്ജുവിൻ്റെ സിസ്റ്ററിനും ബ്രദറിൻലായ്ക്കും എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. പിന്നെ പ്രീതിയാണല്ലോ നമ്മളെ അറിയിച്ചതും പറഞ്ഞതും ഒക്കെ കൊള്ളാം. പ്രീതിക്കും ആക്ച്വലി നമ്മൾ പോയ ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രീതിയുടെ മോള് UK പോകുന്നതുകൊണ്ട് അവളെ കാണാനായിട്ട് അവിടെ പോകണം എന്ന് തന്നെ ഞാൻ വിചാരിച്ചിരുന്നു. ഞാൻ തന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഒന്ന് രുചിതയെ കാണാനായിട്ട് പോകണം അങ്ങനെ പറഞ്ഞു ഞാൻ. പക്ഷേ അതെല്ലാം അതിനപ്പുറം കൂടെ ഭഗവാൻ സൗകര്യം ചെയ്തു തന്നു എന്നുള്ളതാണ്. അപ്പം എനിവേ അവർക്കെല്ലാവർക്കും താങ്ക്സ്.
ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ബ്ലെസ്സിങ് ആണ് അവരുടെ കേട്ടോ. വെള്ളസദ്യ എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ കൈയെല്ലാം കഴുകിയിട്ട് വന്നിട്ട് പിന്നെ ഇവർ പാടുന്നതാണ് കേട്ടോ. ആ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഭഗവാന്റെ ചരിതം പാടി അവസാനം ബ്ലെസ്സിങ് കൊടുക്കുന്നതായിട്ടൊക്കെയാണ് കേട്ടോ. ഇവരിങ്ങോട്ടും ഇവരങ്ങോട്ടും ഒക്കെ ഉള്ള ഒരു ഇതാണ്, ചടങ്ങാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പിരിയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സദ്യക്കിരുന്നു എന്നുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ അപ്പം ഇരിക്കാമായിരുന്നു, പക്ഷെ നമ്മളപ്പം ഇരുന്നില്ല. ഇതെല്ലാം കേൾക്കുകയും കാണുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെയാണ്. ആക്ച്വലി നമുക്ക് സദ്യ ഉണ്ണാൻ സമയത്തിന് ഇവരിങ്ങനെ ഓരോരോ സാധനങ്ങൾ കൊണ്ട് വയ്ക്കുന്തോറും നമ്മളതൊക്കെ എടുത്ത് തിന്നുകൊണ്ടിരുന്നു കേട്ടോ. അത് കാരണം കഴിച്ചുകൊണ്ടിരുന്ന കാരണം ഇതിലൊന്നും പിന്നെ ബാക്കിയില്ല. നിങ്ങൾക്ക് കാണാനും പറ്റത്തില്ല. നമ്മൾ മറന്നുപോയി വാസ്തവത്തിൽ ആ സമയത്ത് കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഒരു ഉപ്പേരി ടൈപ്പ് കുറേ സാധനങ്ങളുണ്ടായിരുന്നു. എല്ലാം നല്ല രസമായിരുന്നു. കുഞ്ഞ് പരിപ്പ് വട പോലത്തെ, കുഞ്ഞ് ഉണ്ണിയപ്പം പോലത്തെ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. മധുരങ്ങളുണ്ടായിരുന്നു. അതെല്ലാം കിട്ടുന്നതിന് മുമ്പേ ഞാനും അങ്ങനെ തന്നെ അടുത്തിരുന്നവരെല്ലാം ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ചിലരൊക്കെ അങ്ങനെ തന്നെ എല്ലാം കൊണ്ടുവരുന്നവരങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനൊക്കെ കിട്ടുന്ന അപ്പോഴപ്പോഴും എപ്പോൾ തീർത്തോണ്ടിരുന്നതെന്ന് ചോദിച്ചാൽ മതി. അങ്ങനെയായിരുന്നു. അപ്പോൾ അത് കാരണം കറികൾ മാത്രമേ നിങ്ങൾക്ക് കുറച്ച് കാണാൻ പറ്റത്തുള്ളൂ. ബാക്കി ഇങ്ങനെ വഴുതനങ്ങയുടെ ടൈപ്പ് പല സംഭവങ്ങളുണ്ടായിരുന്നു. ജോളിൻ്റെ പല ടൈപ്പ് ഇങ്ങനെ ചിപ്സ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഞാൻ കിട്ടുന്നതിന് മുമ്പേ ഞാൻ കാലിയാക്കി എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ സാധാ സദ്യയുടെ ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുള്ളതായിരിക്കുള്ളൂ. അത്രേ ഉള്ളൂ. ഇത് ചുമ്മാ ആള് കയറ്റുന്ന ബോട്ടാണോ? ഇത് ചുമ്മാ ആള് കയറ്റുന്ന വെള്ളമാണോ? നമ്മളെയൊക്കെ കയറ്റുന്നതാണോ? അല്ല, കേട്ടിട്ടില്ല. ലേഡീസിനെ കേട്ടിട്ടില്ല. അത് ശരിയാ. എന്താണ് ലേഡീസിനെ കയറ്റാത്തതിന്റെ ഐതിഹ്യം? കേട്ടത്തില്ല. ഇത് ഈ ഒരു എന്താ പറയാ, ഓണസമയത്തിനുള്ള ആ ഒരു അതുകൊണ്ട് മാത്രമാണോ വെള്ളത്തിൽ കയറ്റാത്തത്? അല്ലല്ല, പൊതുവെ ഇവിടെ ആറന്മുളയിലെ ശൈലി ഇതാണ്. അതെയോ? ഞങ്ങൾ തിരിച്ച് വീണ്ടും ഞാനും വിഷ്ണുവും കൂടെ ക്ഷേത്രത്തിൽ വന്നു കേട്ടോ. തിരിച്ചു വരാനേ മനസ്സിലായിരുന്നു ഞങ്ങൾക്ക്. പാരാവാരകൽപ്പപരിവാരത്തോടുകൂടി ഭക്ത പാരായണനായ നാരായണനാശ്ചര്യം. ഓയിരിത്തിത്താരാതിത്തിത്തൈ തിത്തൈ ദഗതൈതൈതോം പാരാതെ ചെന്നെതിരേറ്റുകുജലനെ ദീനദയാ പാരവശ്യമേവം മറ്റൊരീശ്വരനുണ്ടോ. ഓ ദിത്തിത്താരാതിത്തിത്തൈ തിത്തൈ ദഗതൈതൈതോം മാരത്തെ വിയർപ്പൂ വെള്ളം കൊണ്ടു നാരും സതീർധ്യനെ മാറത്തുണ്മയോടു ചേർത്തു ഗാഠം പുണർന്നു. കുറുമൂലം തൃക്കൈ കൊണ്ടു കൈപിടിച്ചു കൊണ്ടു പരി കേറിക്കൊണ്ടു ലക്ഷ്മി തൽപ്പത്തിന്മേലിരുത്തി. ഓയ് തിത്തിത്താരാതിത്തിത്തൈ തിത്തൈ ദഗതൈതൈതോം പള്ളിപ്പാണികളെ കൊണ്ടു പാദം കഴുകിച്ചു വരൻ ഭള്ളൊഴിഞ്ഞു ഭഗവതി വെള്ളമൊഴിച്ചു. ഓയ് തിത്തിത്താരാതിത്തിത്തൈ തിത്തൈ ദഗതൈതൈതോം.